ഹായ് ഓൾ SSG വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്തവണയും കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തവണ ഒരു കേട്ടിട്ട് എക്സാം കഴിഞ്ഞു. പലരും ഇത്തവണയെങ്കിലും ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. 1-2 മാർക്കിന് എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റാതായവരുണ്ടാവും. അതിൽ BEd സ്റ്റുഡൻസ് ഉണ്ടാവാം, TTC സ്റ്റുഡൻസ് ഉണ്ടാവാം. അതുമാത്രമല്ല, ഇനി എക്സാം ഈ BEdും TTC ഒക്കെ കഴിഞ്ഞിട്ട് ഈ കേട്ടിട്ട് കിട്ടാതിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവാം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രൂപത്തിൽ എങ്ങനെ ഈസി ആയിട്ട്, അല്ലെങ്കിൽ ചെറിയ എഫേർട്ട് എടുത്ത്, കൂടുതൽ കാര്യമായിട്ടുള്ള എഫേർട്ട് എടുക്കാതെ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാം എന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുപാട് PYQ ക്വസ്റ്റ്യൻസ് ചെയ്യുക. PYQ എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അത് സൈക്കോളജി ആവട്ടെ, നിങ്ങളുടെ സബ്ജക്റ്റ് ആവട്ടെ, ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് അത് തന്നെയാണ്. ലാംഗ്വേജ് നമുക്ക് വരുന്നുണ്ട്, ഇംഗ്ലീഷും മലയാളവും വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഈ നിങ്ങളുടെ സബ്ജക്റ്റ് പേപ്പറിലും അതുപോലെ സൈക്കോളജിയിലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ തന്നെ നിങ്ങൾക്ക് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ്. ഒരുപാട് നമുക്കറിയാം, ഒരുപാട് കേട്ടിട്ടിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഒരുപാട് യൂട്യൂബ് ചാനലിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന വീഡിയോസ് ഉണ്ടാകാം. അപ്പം അതുമായി ബന്ധപ്പെട്ട് എക്സ്ട്രാ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരുപാട് ക്ലാസ്സുകൾ യൂട്യൂബിലുണ്ട്. നമ്മൾ തന്നെ ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ടോപ്പിക് വൈസ് ആയിട്ടും അല്ലാണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടും റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ടും ഒരുപാട് ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സും അതിൻ്റെ എക്സ്ട്രാ കാര്യങ്ങളും നമ്മൾ ചാനലിലൂടെ നിങ്ങൾക്ക് തരാറുണ്ട്. സോ എൻ്റെ ചാനൽ മാത്രം കാണണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ നിന്നും, ഒരുപാട് ക്ലാസ്സുകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ചെയ്യുക, ഇങ്ങനെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ധാരാളം ചെയ്യുക. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് എന്ത് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. കാരണം ഏറ്റവും കൂടുതലും കേട്ടിട്ടിന് ചോദ്യങ്ങൾ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളാണ്. അത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിച്ച് തന്നെയാണ് വരുന്നത്, അല്ലെങ്കിൽ ആവർത്തിച്ച് ചോദിക്കുന്ന കോൺസെപ്റ്റുകൾ തന്നെയാണ് കേട്ടിട്ട് എക്സാമിന് വരുന്നത്. ഓക്കെ. അതുപോലെ സൈക്കോളജിയിൽ സ്ഥിരം ചോദ്യങ്ങൾ കാണുന്ന ചില ഏരിയാസ് നമുക്കറിയാം. ഇൻ്റലിജൻസ് തിയറിയുമായി ഒരുപാട് ഇൻ്റലിജൻസ് തിയറീസ് നമുക്ക് പഠിക്കാനുണ്ട്. എന്നാൽ ഈ തിയറീസുമായി ബന്ധപ്പെട്ട് ഫ്രോയിഡിൻ്റെ തിയറി ചോദിക്കാറുണ്ട്, അതുപോലെ ഹൊവാർഡ് ഗാർഡനറിൻ്റെ തിയറി ചോദിക്കാറുണ്ട്, ഇമോഷണൽ ഇൻ്റലിജൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥിരം തിയറികൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവിടുന്ന് സ്ഥിരം ചോദ്യങ്ങൾ വരുന്നതാണ്. ഫ്രോയിഡിൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജുകൾ ചോദിക്കാറുണ്ട്. അതുപോലെ കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അതുപോലെ ഈഗോ, സൂപ്പർ ഈഗോ, അതൊക്കെ ഈ പരീക്ഷാഭാഗത്തിന് ഇഷ്ടപ്പെട്ട ടോപ്പിക്കുകളാണ്. കാരണം എപ്പോഴും അതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ സബ്ജക്റ്റ് പേപ്പറും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒന്ന് PYQസിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. അതുപോലെ നിങ്ങൾ സ്കൂൾ ടെക്സ്റ്റുകൾ ഒന്ന് വായിച്ചു പോകാനെങ്കിലും ശ്രമിക്കുക. നന്നായിട്ട് പഠിക്കണം എന്ന് ഞാൻ പറയില്ല, പക്ഷേ നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് വായിച്ചു പോകാൻ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ അത് കേട്ടിട്ട് 2 ആവട്ടെ, കേട്ടിട്ട് 3 ആവട്ടെ, കേട്ടിട്ട് 1 ആവട്ടെ. സോ സ്കൂൾ ടെക്സ്റ്റുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ടെക്സ്റ്റിന് അപ്പുറമുള്ള ചോദ്യങ്ങൾ പൊതുവേ കുറവാണ്. കേട്ടിട്ടിന് അങ്ങനെ ടെക്സ്റ്റിന് അപ്പുറമുള്ള ചോദ്യങ്ങൾ വളരെ കുറവാണ്. എല്ലാ കാര്യങ്ങളും ടെക്സ്റ്റിൽ നിന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റുമായിട്ട് നമുക്കൊരു അടുപ്പുണ്ടായിരിക്കണം. അതുപോലെ ഈ PYQs, സൈക്കോളജിയൊക്കെ PYQ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൈക്കോളജി ക്വാളിഫൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ്, SS-ൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, EVSന് വേണ്ടി ചില ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ സൈക്കോളജി ഒരുപാട് ടോപ്പിക് വൈസ് സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ കൂടാതെ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ള കൂടുതൽ ക്ലാസ്സുകളും PYQ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്. ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ എക്സ്ട്രാ കാര്യങ്ങൾ പറയുന്ന ക്ലാസ്സുകളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് സെപ്പറേറ്റ് പ്ലേലിസ്റ്റുകളുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കാണാൻ ശ്രമിക്കുക. SS-മായി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസും സെപ്പറേറ്റ് ആയിട്ട് LP-UP പ്ലേലിസ്റ്റിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്ലേലിസ്റ്റും ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തവണ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കരുത്.